ആദ്യം നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട. ചിക്കൻ വെന്ത് തുടങ്ങുമ്പോൾ അതിലും കൂടി കുറച്ച് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാൻ പറ്റും. വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുക്കാം. കൈകൊണ്ട് പിച്ചെടുത്താലും മതി. ഇനി അകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം. ഉപ്പ് നമ്മൾ നേരത്തെ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കൂടി പോവരുത് ഇവിടെ ചേർക്കുന്നത്. സവാള നിറമാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ചെറു തീയിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് ഇത് വേവിച്ചെടുക്കാം. മല്ലിയില നന്നായിട്ട് വാടി വരണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ മീഡിയം സൈസുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഏകദേശം 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തി പലവയിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ അരികൊക്കെ മുറിച്ച് കളയാം. ഇതുപോലെ എല്ലാത്തിന്റെയും മുറിച്ചു മാറ്റാം. ഇനി നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് റോൾ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, പരത്തി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ട്, ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ട്, മുട്ട ബീറ്റ് ചെയ്തതുണ്ട്. ഇനി ഓരോ പരത്തിയ ബ്രെഡിലോട്ട് ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഒട്ടിക്കേണ്ട ഭാഗത്ത് കുറച്ച് വെള്ളം തേച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ായിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഇനി ഓരോന്നും എടുത്ത് മുട്ടയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് പുരട്ടിയെടുക്കുക. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ തീ സിമ്മിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. താഴെ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. തീ കൂട്ടിയിടരുത്. ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പൊ താഴെയും ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത് ഇഫ്താറിന് അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോളാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.